ബി.ജെ.പി എന്ന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു നേതാവിനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും അവകാശപ്പെടാനുണ്ടാവില്ല. കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന പലരെയുമാണ് ബി.ജെ.പി ഇത്തവണ സ്ഥാനാർത്ഥികളായി നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുദാഹരണമാണ് പത്മജ വേണുഗോപാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്ന വത്സല പ്രസന്നകുമാറും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ തട്ടകമായ പറവൂരിൽ മുൻ കോൺഗ്രസ് പ്രവർത്തകയെ തന്നെ നിർത്തി പോരാട്ടം കടുപ്പിക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. മണ്ഡലത്തിൽ സുപരിചിതയായ മുൻ കോൺഗ്രസ് നേതാവ് വത്സല പ്രസന്നകുമാറിനെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. പറവൂർ നഗരസഭയുടെ മുൻ ചെയർപേഴ്സണും ദീർഘകാലം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയുമായിരുന്നു വത്സല പ്രസന്നകുമാർ. പ്രാദേശികമായി വത്സലയ്ക്കുള്ള വലിയ സ്വാധീനം വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലിലാണ് വത്സലയെ തന്നെ കളത്തിലിറക്കി സതീശന് ചെക്ക് വയ്ക്കാൻ ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. കെ.പി.സി.സി മുൻ ജനറൽ സെക്രട്ടറിയും എ.ഐ.സി.സി അംഗവുമായിരുന്ന വത്സല പ്രസന്നകുമാർ 2022 ബാലഗോകുലം സംഘടിപ്പിച്ച ശോഭയാത്ര ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസിനുള്ളിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. വി.ഡി. സതീശൻ എം.എൽ.എയുടെ മണ്ഡലമായ പറവൂരിൽ നടന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തത് പാർട്ടി അണികൾക്കിടയിലും നേതൃത്വത്തിലും വലിയ അമർഷമുണ്ടാക്കി. 10 വർഷത്തോളം നഗരസഭ അധ്യക്ഷയായും വത്സല പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ എ ഗ്രൂപ്പിനോട് ചേർന്നായിരുന്നു വത്സല പ്രസന്നകുമാർ പ്രവർത്തിച്ചിരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശൻ സംഘപരിവാറിന്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്ന് ആരോപണമുന്നയിച്ച ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ആർ.വി. ബാബു അടക്കം പങ്കെടുത്ത വേദിയിലായിരുന്നു വത്സല പ്രസന്നകുമാർ പങ്കെടുത്തത് എന്നത് ചെറുതല്ലാത്ത കോളിളക്കമാണ് സൃഷ്ടിച്ചത്. അതിന് തൊട്ടു മുൻപാണ് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പും ബാലഗോകുലം പരിപാടിയിൽ പങ്കെടുത്തത്. അന്ന് പ്രതിപക്ഷ നേതാവ് CPM-നെതിരെയും ബീന ഫിലിപ്പിനെതിരെയും ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. വത്സല പ്രസന്നകുമാറിന്റെ നടപടി അന്നു തൊട്ടേ CPM മുതലെടുത്തിരുന്നു. വീണ്ടും ഉയർന്നു കേൾക്കുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇടതുപക്ഷം ആഘോഷിക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ശേഷവും അവർ പാർട്ടിയിൽ സജീവമായിരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് വീണ്ടും അവരുടെ പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത്. കോൺഗ്രസ് വോട്ടുകളിൽ ചോർച്ചയുണ്ടാക്കാൻ വത്സലയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കുമെന്നാണ് NDA ക്യാമ്പ് വിശ്വസിക്കുന്നത്. എന്നാൽ വി.ഡി. സതീശൻ എന്ന ജനകീയ നേതാവിനെ അട്ടിമറിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓരോ തെരഞ്ഞെടുപ്പിലും തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര. 2011 11,349 വോട്ടുകൾക്ക് ജയിച്ച സതീശൻ 2016 അത് 20,634 ഉയർത്തി. ഏറ്റവും ഒടുവിൽ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ 21,301 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം 5ാം തവണയും നിയമസഭയിലെത്തിയത്. ഇടതു തരംഗം വീശിയടിച്ച തെരഞ്ഞെടുപ്പുകളിൽ പോലും പറവൂർ സതീശനൊപ്പം ഉറച്ചുനിന്നു എന്നത് അദ്ദേഹത്തിന്റെ ജനസ്വാധീനത്തിന്റെ തെളിവാണ്. വികസന പ്രവർത്തനങ്ങളിലും ദുരന്തമുഖങ്ങളിലും മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സതീശന്റെ പ്രവർത്തന ശൈലിക്ക് അവിടെ വലിയ സ്വീകാര്യതയുണ്ട്. പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളും പറവൂരിലെ വോട്ടർമാർ അഭിമാനത്തോടെയാണ് കാണുന്നത്. വത്സല പ്രസന്നകുമാറിനെ മുൻനിർത്തി ബി.ജെ.പി ഒരു പരീക്ഷണം നടത്തുമ്പോൾ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നത് കണ്ടറിയണം. കോൺഗ്രസ് വിട്ടുപോയ വത്സലയ്ക്ക് എത്രത്തോളം പ്രവർത്തകരെ ബി.ജെ.പി പാളയത്തിലെത്തിക്കാൻ കഴിയുമെന്നത് പ്രധാനമാണ്. ബി.ജെ.പി വോട്ടുകൾക്കപ്പുറം കോൺഗ്രസ് വോട്ടുകളിൽ വലിയ തോതിലുള്ള വിള്ളലുണ്ടാക്കിയാൽ മാത്രമേ സതീശന്റെ ഭൂരിപക്ഷത്തിൽ നേരിയ കുറവെങ്കിലും വരുത്താൻ ബി.ജെ.പിക്ക് സാധിക്കൂ. മണ്ഡലത്തിൽ സുപരിചിതയായ നേതാവെന്ന പ്രതിച്ഛായ വത്സലയ്ക്ക് അനുകൂലമാണെങ്കിലും കോൺഗ്രസിന്റെ ഉറച്ച വോട്ടുകൾ അത്ര വേഗത്തിൽ ബി.ജെ.പിയിലേക്ക് ഒഴുകാനുള്ള സാധ്യത തീരെയില്ല. വത്സലയെ ബി.ജെ.പി സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരത്തിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിച്ചേക്കാം. എന്നാൽ സതീശനെ പോലൊരു അധികായനെ നേരിടാൻ ബി.ജെ.പിയുടെ ഈ തന്ത്രം മതിയാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. വത്സല പ്രസന്നകുമാറിനെ പോലെയുള്ള പഴയ സഹപ്രവർത്തകരെ ബി.ജെ.പി രംഗത്തിറക്കിയാലും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനവും സതീശന്റെ ജനപ്രീതിയും അവിടെ മാറ്റമില്ലാതെ തുടരും. പറവൂർ എന്നാൽ വി.ഡി. സതീശൻ എന്ന സമവാക്യത്തെ തിരുത്താൻ ഒരു പാർട്ടിക്കും ആവില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്.